ഹായ്, ഇറഗുലർ മെൻ പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ധർമ്മരാജ സീരീസിലെ 21ാമത് അധ്യായം. കഥ പറയുന്നത് സന്തോഷ്. ഉമ്മിണിപ്പിള്ളയുടെ മരണവൃത്താന്തം മന്ത്രക്കൂടത്ത് താമസിക്കുന്ന വൃദ്ധയെയും യുവതിയെയും അസ്വസ്ഥരാക്കി. കൂനിന്മേൽ കുരു പോലെയായി അവർക്ക്. കേശവപിള്ളയെ കാണാൻ തിരുവനന്തപുരത്തെത്തിയ ധൈര്യവതിയായ മീനാക്ഷി ഇപ്പോൾ തീർത്തും അവശയായിരിക്കുന്നു. കേശവൻ കുഞ്ഞിന് യാതൊരു ആപത്തും സംഭവിക്കാതെ തിരിച്ചു വരുമെന്ന് ഹരിപഞ്ചാനന യോഗീശ്വരൻ ഉറപ്പുകൊടുത്ത കാര്യം പറഞ്ഞ് സമാധാനിപ്പിച്ചാണ് കുപ്പശാർ മീനാക്ഷിയെ അന്ന് തിരിച്ചു കൊണ്ടുപോയത്. അന്ന് ചിലമ്പിനേത്ത് വന്നപ്പോൾ യാദൃശ്ചികമായി കണ്ടു എന്നതൊഴിച്ചാൽ ഹരിപഞ്ചാനന യോഗീശ്വരനുമായി ബന്ധമൊന്നുമില്ല. അപ്പോൾ ഇക്കാര്യത്തിൽ യോഗീശ്വരൻ ഇടപെട്ട് സഹായിക്കേണ്ട കാര്യമെന്ത് എന്നാലോചിച്ചിട്ട് മീനാക്ഷിക്ക് മനസ്സിലായില്ല. നന്ദിയ തുണ്ണിത്താൻ്റെ സാന്നിധ്യമോ അദ്ദേഹത്തിൻ്റെ സമാശ്വാസ വചനങ്ങളോ അവളെ സ്വസ്ഥയാക്കാൻ മതിയായില്ല. കുപ്പശാർ പുറത്തു പറയുന്നതിലും കൂടുതൽ എന്തോ ഈടെയായി ഉള്ളിലൊതുക്കുന്നു എന്നവൾക്ക് സംശയം തോന്നി. യോഗീശ്വരന്റെ അനുഗ്രഹം മോഹിച്ച് തന്നെ അയാളുമായി അടുപ്പിക്കാൻ ശ്രമിക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. കുപ്പശാർ രണ്ടാമതൊരിക്കൽ കൂടി യോഗീവാടത്തിൽ പോയി വന്നതിന് ശേഷം അയാളുടെ മുഖം രൂക്ഷവും സ്വഭാവം പരുക്കനുമായി. വൃദ്ധയുമായി എന്തോ ഗൂഢമായി ആലോചിക്കുന്നു. വൃദ്ധയാകട്ടെ ഉണ്ണിത്താനെ വരുത്തി കാര്യാലോചനകൾ നടത്തിയെങ്കിലും അദ്ദേഹം ആനുകൂല്യം കാണിക്കാതെ പോയതും മീനാക്ഷി ശ്രദ്ധിച്ചിരുന്നു. കുപ്പശാരും വൃദ്ധയും തൻ്റെ സഹായികളല്ലെന്നും കേശവൻ കുഞ്ഞ് മാത്രമേ തനിക്ക് തുണയായുള്ളൂ എന്നും അവൾ തീരുമാനിച്ചു. കഴക്കൂട്ടത്ത് ഭവനത്തിൻ്റെ ശാപം തന്നെയും പിന്തുടരുന്നു എന്ന് മീനാക്ഷി കണക്കാക്കി. പൂർവികർ വരുത്തിവെച്ച അധർമ്മങ്ങളുടെ പാപഫലം പിൻതലമുറകളാണ് അനുഭവിക്കേണ്ടി വരുന്നത്. അനുരാഗദാർഢ്യത്തിൻ്റെ പേരിൽ താനും മനക്ലേശം അനുഭവിക്കുന്നത് അതുകൊണ്ടാണ്. കഴക്കൂട്ടത്തുകാർ ധീരോദാത്തന്മാരാണ്, രണശൂരന്മാരാണ്. അവർക്കില്ലാതെ പോയത് ലോലമായ വികാരങ്ങളാണ്. ഉത്തമമായ ഗൃഹസ്ഥ ജീവിതം അവർക്ക് പറഞ്ഞിട്ടില്ല. മറ്റുള്ളവരെ അടക്കി നായകസ്ഥാനത്ത് വിലസാനേ അവർക്ക് സാധിക്കൂ. മറ്റുള്ളവർക്ക് അപ്രാപ്യമായ ഉയരങ്ങളിലാണ് അവർ കഴിയുന്നത്. താനൊരു മൃദുല ഹൃദയ. ചിന്തിക്കും തോറും മീനാക്ഷിയുടെ മാനസിക സമ്മർദ്ദം ഏറി വന്നു. എല്ലാം ഉള്ളിലൊതുക്കി പേരിന് മാത്രം ഭക്ഷണം കഴിച്ചു. ചന്ദ്രക്കാരൻ്റെയും നന്ദിയ തുണ്ണിത്താൻ്റെയും പൗരുഷത്തെയും രാജാധികാരത്തിൻ്റെ ദൗർബല്യത്തെയും കേശവൻ കുഞ്ഞിൻ്റെ അനുരാഗ ദൗർബല്യത്തെയും അവൾ പരിഹസിച്ചു. വർഷകാലം തകൃതിയായി വരുന്നു. ലോകവും ഇതോടെ അവസാനിക്കട്ടെ എന്നവൾ പ്രാർത്ഥിച്ചു. ആപത്തിൽപ്പെട്ടിരിക്കുന്ന തൻ്റെ കാമുകനെ രക്ഷിക്കാൻ അശക്തയാണല്ലോ എന്നവൾ ഖേദിച്ചു. ഉപാസിക്കുന്ന ഇഷ്ടദേവതകൾക്കൊന്നും രക്ഷിക്കാനാവുന്നില്ല. അനുദിനം ക്ഷീണിതയായി വന്ന മീനാക്ഷിയെ കുപ്പശാർ ആശ്വാസവാക്ക് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ യത്നിച്ചു. മാതാമഹിയുടെ കൂടെ കിടക്കുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി വാതിൽക്കലെത്തി കാമുകൻ വരുന്നോ എന്ന് നോക്കും. വഴിപ്പോക്കരുടെ ശബ്ദത്തിനിടയിൽ കാമുക ശബ്ദം കേട്ടതായി പലപ്പോഴും അവൾക്ക് തോന്നി. ശൂന്യ മനസ്കയായി വീട്ടിൽ വെറുതെ ഇരുന്നു. ദൈനംദിന കാര്യങ്ങളിൽ പോലും പലപ്പോഴും ഉദാസീനയായി. വേണ്ടപ്പെട്ടവരോട് പോലും സംസാരം കുറവായി. വിരഹിണിയുടെ എല്ലാ ദൗർബല്യങ്ങളും മീനാക്ഷിയെ പരീക്ഷീണയാക്കി. ഇങ്ങനെയൊക്കെ കഴിച്ചുകൂട്ടുന്ന സന്ദർഭത്തിൽ ഒരു ദിവസം പടിക്കൽ ആരുടെയോ ശബ്ദം കേട്ട് അത് കേശവൻ കുഞ്ഞിൻ്റെതാണോ എന്നവൾ ശങ്കിച്ചു. കുപ്പസാർ വാതിൽ തുറന്നു. കേശവൻ കുഞ്ഞിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ അനുഗ്രഹിച്ച ബ്രാഹ്മണനാണോ ആ വരുന്നത്? അല്ല, ബ്രാഹ്മണ തേജസ്സല്ല ആഗതനിൽ കാണുന്നത്. പിന്നെ ആര്? മനസ്സേ, നീ അടങ്ങ്. അഭിലഷിച്ച വിവാഹത്തെ സന്തോഷത്തോടെ നടത്തിത്തരുവാൻ അനുഗ്രഹിച്ച് പ്രഭുവര്യൻ പുത്രസമേതം എത്തുന്നോ? ശോകാതുരമായ മനസ്സ് വ്യർത്ഥമായി ആശകൾ കൊണ്ട് വഞ്ചിക്കപ്പെടുന്നു. മരിച്ചുപോയ മാതാമഹനല്ലേ വരുന്നത്? അവളുടെ വാടാക്കരൽ തളർന്നു. കാലുകളുടെ ബലം നഷ്ടമാകുന്നു. വീഴാൻ ഭാവിച്ച അവളെ രണ്ട് ബലിഷ്ഠമായ കരങ്ങൾ താങ്ങുന്നു. വലിയ പടത്തലവനെ മീനാക്ഷി കണ്ടിട്ടില്ല. അദ്ദേഹം വരുന്നത് കണ്ട് ആദ്യം വിചാരിച്ചു മാമാവെങ്കടനാണെന്ന്. പിന്നെ വിചാരിച്ചു നന്ദിയ തുണ്ണിത്താനാണെന്ന്. മാതാമഹനായ കുട്ടിക്കൊന്തിശനാണോ എന്നായി പിന്നത്തെ ശങ്ക. കുപ്പശാരെ നിരാകരിച്ച് നാലുകെട്ടിലേക്ക് പ്രവേശിച്ച പടത്തലവൻ അനന്തരവൾക്ക് തുല്യയായി മീനാക്ഷിയുടെ കൈകളിൽ പിടിച്ച് മൂർധാവിൽ ചുംബിച്ചു. കട്ടിലിൽ കിടക്കുന്ന വൃദ്ധയെ ബഹുമാനാദരങ്ങളോടെ നോക്കി. ആരാണെന്ന് മനസ്സിലാകാതെ വൃദ്ധ സൂക്ഷിച്ചു നോക്കി. താൻ കാണുന്നത് സ്വപ്നമാണോ എന്ന് ശങ്കിച്ചു. വിദ്വേഷം കൊണ്ട് ശരീരം വിറച്ചു. ഓരോന്ന് പുലമ്പി. മീനാക്ഷിയെ പിടിച്ചിരിക്കുന്ന കൈകൾ അവൾക്ക് ശാശ്വതമായ അഭയം പ്രദാനം ചെയ്യുന്നതാണെന്ന് അവൾക്ക് തോന്നി. ഗംഭീരവദനായി ആരോഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും മൂർത്തി പോലെ നിൽക്കുന്ന പടത്തലവനെ ബന്ധു എന്ന് തന്നെ മീനാക്ഷി സങ്കല്പിച്ചു നോക്കി. എന്തുകൊണ്ടാണ് അമ്മുമ്മ അദ്ദേഹത്തെ സൽക്കരിക്കാത്തതെന്ന് അവൾ വിചാരിച്ചു. വൃദ്ധയുടെ വെറുപ്പും കോപവും വർദ്ധിച്ചു. വാർദ്ധക്യത്തിന് താങ്ങാൻ പറ്റാതായി. മീനാക്ഷിയെ കൈവിടാതെ അദ്ദേഹം കട്ടിലിനടുത്തേക്ക് നീങ്ങി. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. സ്മരണ പുതുക്കി. സർപ്പത്തിന്റെ അടയാളം കൊത്തിയ താലി കറുത്ത ചരടിൽ കോർത്തു കെട്ടിയിരിക്കുന്നു. വലത് കണ്ണിന് സമീപമുള്ള കറുത്ത മറുക്. കേശവപിള്ള ബുദ്ധിമാൻ തന്നെ എന്ന് അദ്ദേഹം സമ്മതിച്ചു. എന്ത് ചെയ്യേണ്ടു എന്ന് വിചാരിച്ച് നിന്നുപോയി. എല്ലാം ഈശ്വര നിശ്ചയം പോലെ രാജകൽപ്പന പ്രകാരം നടക്കട്ടെ എന്ന് വിചാരിച്ചു. സന്തോഷവതിയായി തൻ്റെ കൈകളിലെത്തിയ പെൺകുട്ടിയെ എങ്ങനെയും രക്ഷിക്കുമെന്ന് തീരുമാനിച്ചു. വലിയ പടത്തലവന് ത്രിപുരസുന്ദരി കുഞ്ഞമ്മയെ അവർക്ക് ഏതാണ്ട് 30 വയസ്സ് പ്രായമാകുന്നതുവരെയുള്ള പരിചയമുണ്ട്. അന്നത്തെ അവരുടെ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും കണ്ടപ്പോൾ പടത്തലവന് വലിയ ദുഃഖം തോന്നി.
പടത്തലവന്റെ ബഹുമാനവും കാരുണ്യവും കണ്ടപ്പോൾ അദ്ദേഹം രാജനിയോഗമനുസരിച്ച് ശിക്ഷിക്കാൻ വന്നിരിക്കുകയല്ല എന്നവർക്ക് ഉറപ്പായി. എങ്കിലും പഴയ കഥ അവർക്ക് ഓർക്കാതിരിക്കാനായില്ല. കഴക്കൂട്ടം തറവാടിന്റെ കുളം തോണ്ടലിൽ ഇദ്ദേഹത്തിനും പങ്കുണ്ടായിരുന്നു. ചുരുക്കത്തിൽ അത് തടയുകയെങ്കിലും ചെയ്തില്ല. അവർ സൂക്ഷിച്ചു നോക്കി. ചെറുപ്പത്തിലെ ശരീരത്തിന്റെ മനോഹാരിതയും ദാർഢ്യവും മുഖസൗന്ദര്യവും ഒന്നും പോയിട്ടില്ല. അവർക്ക് വാത്സല്യം തോന്നി. ജ്യേഷ്ഠ സഹോദരിയുടെ സ്ഥാനമാണല്ലോ അവർക്ക്. തിരുമുഖത്തെ അപ്പനല്ലയോ? അതെ, ചെമ്പകശ്ശേരിയിൽ നിന്ന് വരുന്നു. മറുപടി കേട്ട് ബുദ്ധിമുട്ടിയാണെങ്കിലും കട്ടിൽ നിന്ന് എഴുന്നേറ്റു. വൃദ്ധയുടെ പ്രതികരണത്തിൽ സന്തുഷ്ടിയായ മീനാക്ഷി ചിരിച്ചു. കട്ടിലിൽ പടത്തലവനെ ഇരുത്തി. പടത്തലവൻ അവരോട് പറഞ്ഞു, കഴിഞ്ഞ കഥകളൊന്നും ഓർത്ത് ദുഃഖിക്കേണ്ട. കോന്തിശന്റെ മിടുക്കുകൊണ്ട് അന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. മീനാക്ഷി സാവിത്രിയുടെ മകളാണല്ലേ എന്ന് ചോദിച്ചു. അവളെ ഞാൻ ദത്തെടുക്കാൻ പോണു എന്നറിയിച്ചു പടത്തലവൻ. ഉണ്ണിത്താന്റെ പ്രതികരണം പോലെ അല്ല ഇത്. തീർച്ചയുള്ള പ്രയോജനകരമായ തീരുമാനം. പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യാൻ പോകുന്ന അപാര ബുദ്ധിമാൻ, വിശ്വസിക്കാൻ കൊള്ളാവുന്നവൻ, ദയയോടുകൂടി പെരുമാറാൻ ബന്ധുത്വമുള്ളവൻ. സകല ദുരിതങ്ങളും മാറിയെന്ന് കുഞ്ഞമ്മ ആശ്വസിച്ചു. കുടുംബാപരാധങ്ങൾ ഓർത്ത് വൃദ്ധ ആദ്യമായി കരഞ്ഞു. ധാരധാരയായി ഒഴുകുന്ന അവരുടെ കണ്ണീർ കണ്ട് വിരഹവേദനയാൽ തത്തയായ മീനാക്ഷിയും കരഞ്ഞു. ത്രിപുരസുന്ദരി കുഞ്ഞമ്മയും പടത്തലവനുമായി ഉണ്ടായ സംഭാഷണവും അവരുടെ പെരുമാറ്റവും കണ്ട് കുപ്പശാർ പരിങ്ങി. അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇനി മഹാരാജാവ് അരുളി ചെയ്ത പോലെ കലാപങ്ങൾ കൂടാതെ ബന്ധുക്കളായ അവരെ സംരക്ഷിക്കണം എന്ന് തീരുമാനിച്ചു പടത്തലവൻ. മഹാരാജാവ് സൂചിപ്പിച്ചതുപോലെ മീനാക്ഷിയുടെ ഭാവി കാര്യം തീരുമാനിക്കണം. കേശവപിള്ളയുമായി അവൾക്ക് പ്രണയബന്ധം വല്ലതും ഉണ്ടെങ്കിൽ വേണ്ടത് ചെയ്യണം എന്നാണല്ലോ രാജാവിൻ്റെ താല്പര്യം. സംശയം തീർത്തേക്കാമെന്ന് വെച്ചു. മീനാക്ഷിയെ പിടിച്ചുകൊണ്ട് നാലുകെട്ടിന്റെ വാതുക്കലേക്ക് ചെന്നു. പടത്തലവൻ ഹിന്ദുസ്ഥാനിയിൽ ഒരാജ്ഞ പുറപ്പെടുവിച്ചു. കാഷായ വസ്ത്രം കൊണ്ടുള്ള കുപ്പായവും തലക്കെട്ടും കൃത്രിമ മീശയും കുറികളും ധരിച്ച് ദൃഢകായനായ ഒരാൾ വന്നു. അയാളെ കണ്ടപ്പോൾ മീനാക്ഷിക്ക് എന്തെങ്കിലും വൈകാരിക സംഘർഷം ഉണ്ടായോ എന്ന് പരിശോധിച്ചു. മീനാക്ഷിക്ക് ആളിനെ തിരിച്ചറിയാൻ കഴിഞ്ഞു. രണ്ടുപേരുടെയും മുഖഭാവം പടത്തലവൻ ശ്രദ്ധിച്ചു. പടത്തലവന്റെ നോട്ടത്തിന്റെ ആന്തരാർത്ഥം അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. അവർ തമ്മിൽ പരിചിതരാണെങ്കിലും കേവലം സുഹൃത്ത് ബന്ധമേ ഉള്ളൂ എന്ന് അദ്ദേഹത്തിന് വ്യക്തമായി. ഒരാളെ മനസ്സാ സ്വീകരിച്ച് ഉള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന മീനാക്ഷിയെ അതിൽ നിന്ന് വിടുത്തി മറ്റൊരാളെ സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചാൽ ഗുണത്തെക്കാളേറെ ദോഷത്തെ വരുത്തി വയ്ക്കും. പടത്തലവൻ വിദേശ ഭാഷയിൽ തന്നെ എന്തോ നിർദ്ദേശം നൽകി. വന്നയാൾ അവിടെ നിന്നും പോയി. കേശവൻ കുഞ്ഞിനെ മീനാക്ഷിക്ക് വീണ്ടെടുത്തു കൊടുക്കുമെന്ന് അദ്ദേഹം അവൾക്ക് ഉറപ്പ് കൊടുത്തു. അന്ന് രാത്രി പടത്തലവൻ അവിടെ തന്നെ കഴിച്ചുകൂട്ടി. പഴയ കഥകളൊക്കെ പറഞ്ഞും കേട്ടും പിറ്റേ ദിവസം രാവിലെ യാത്രയായി. കൂടെയുണ്ടായിരുന്ന വേഷപ്രച്ഛന്നനായ കേശവപിള്ളയോടും അധികം സംസാരിക്കാതെ ഗൗരവതരമായ ചിന്തകളോടെയാണ് പടത്തലവൻ പോയത്. അദ്ദേഹത്തിന്റെ വരവും കാത്ത് ചെമ്പകശ്ശേരിയിൽ നന്ദിയെ തുണ്ണിത്താനും മാമ വെങ്കടനും എത്തിയിരുന്നു. പടത്തലവന്റെ മുഖഭാവം കണ്ട് തങ്ങൾ അറിഞ്ഞിരിക്കുന്ന കാര്യം പടത്തലവനും അറിഞ്ഞിരിക്കുന്നു എന്ന് വിചാരിച്ചു. ഉണ്ണിത്താനും പടത്തലവനും തമ്മിൽ മാത്രം കുറച്ചു നേരം സംസാരിച്ചു. ക്ഷമ യാചിച്ച് ഒടുവിൽ മഹാരാജാവിന്റെ മുൻപിൽ എത്തുമെന്ന് മുമ്പൊരിക്കൽ ഉണ്ണിത്താൻ മഹാരാജാവിനോട് പറഞ്ഞതിന്റെ അന്തരാർത്ഥവും ഉണ്ണിത്താൻ പടത്തലവനെ അറിയിച്ചു. കേശവൻ കുഞ്ഞ് പ്രണയിനിയെ കണ്ടെത്തിയത് രാജ്യദ്രോഹം ചെയ്ത് ശിക്ഷിക്കപ്പെട്ട കുടുംബത്തിലെ പെൺകുട്ടിയാണെന്ന് രാജാവ് അറിയുമ്പോൾ പ്രതികരണം എന്താകുമെന്ന് ഉണ്ണിത്താൻ ആശങ്കയുണ്ടായിരുന്നു. മഹാരാജാവിന്റെ മുൻപിൽ ക്ഷമായാചനയുമായി എത്തുമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഹരിവഞ്ചാൻ എന്ന യോഗീശ്വരനെ പറ്റിയും ഉണ്ണിത്താൻ പടത്തലവനോട് പറഞ്ഞു. യോഗീശ്വരനും കുട്ടിക്കോന്തശനുമായ രൂപസാദൃശ്യമാണ് ഉണ്ണിത്താനെ സംശയമാക്കുന്നത്. കായകൽപ്പ ചികിത്സയിലൂടെയും മറ്റും യൗവനം അഭങ്കരം നിലനിർത്താനാവും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. മന്ത്രക്കൂടത്തുള്ളവർക്ക് എന്തായാലും ഈ സംഗതിയെപ്പറ്റി യാതൊരു അറിവുമില്ല. എന്നാൽ കുപ്പശാർക്ക് കാര്യങ്ങൾ അറിയാം. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സ്വന്തം കണ്ണുകൾ തന്നെയാണ് ഏറ്റവും വലിയ സഹായം. നേരിട്ട് കണ്ട് പരമാർത്ഥം അറിയുക തന്നെ. രാജ്യകാര്യങ്ങൾ തലയിൽ കയറിയാൽ പിന്നെ പടത്തലവന് ഊണുമുറക്കവും കുറയും. അത് പ്രസിദ്ധമാണ്. ഉടനെ തന്നെ യോഗിവാടത്തിലേക്ക് പോയി സംഗതികൾ വിലയിരുത്താൻ. യജ്ഞത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുന്ന തിരക്കിലായിരുന്നു ഹരിവഞ്ചാൻ എന്ന യോഗീശ്വരൻ. യോഗാനുഷ്ഠാനം, പൂജ ആദ്യായ കൃത്യങ്ങൾ ശിഷ്യന്മാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കളപ്രാക്കോട്ട തമ്പി വാഗ്ദാനങ്ങൾ നിറവേറ്റി ദർശനത്തിനായി കാത്തിരിക്കുന്നു. ഈ തിരക്കുകൾക്കിടയിൽ അദ്ദേഹം ചെയ്തുപോയ ഒരു അപരാധത്തിന്റെ പേരിൽ വേദനിച്ചു. രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിരുന്ന സ്വന്തം പിതാവായ കുട്ടിക്കോന്തശന്റെ ചിത്രമെടുത്ത് പൂജാ വിഗ്രഹത്തിന് മുൻപിൽ വെച്ച് സാഷ്ടാംഗം പ്രണമിച്ച് അപരാധത്തിന് ക്ഷമ ചോദിക്കുന്നു. മന്ത്രക്കൂടത്ത് താമസിക്കുന്ന ത്രിപുരസുന്ദരി കുഞ്ഞമ്മ സ്വന്തം അമ്മയാണ്. തിരുവിതാംകൂർ രാജസ്ഥാനത്തോട് പകവെട്ടിയതിനു ശേഷമേ അമ്മയെ കാണാവൂ എന്ന പിതാവിന്റെ ആജ്ഞയെ വിസ്മരിച്ചുപോയി. കഴക്കൂട്ടത്ത് വെച്ച് അവരെ കാണുകയുണ്ടായി. പിതാവിന്റെ ചിത്രത്തിന് മുൻപിൽ നിന്ന് എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ഛന്റെ നിറവും ഗാംഭീര്യവും വലിപ്പവും പ്രായവുമുള്ള ഒരു മഹാനുഭാവൻ നിൽക്കുന്നു. രഹസ്യമായ തൻ്റെ പൂജാമുറിയിൽ അനുവാദമില്ലാതെ കയറിയ ആൾ ആരെന്നറിഞ്ഞപ്പോൾ സ്വന്തം അച്ഛൻ്റെ മുൻപിലെന്ന പോലെ ചൂളിപ്പോയി. സ്വാമി ആർക്കും തന്നെ ഇതുവരെ അനുവദിച്ചിട്ടില്ലാത്ത ഒരു ഇരിപ്പിടം അനന്തപത്മനാഭൻ വലിയ പടത്തലവനെ നീക്കിയിട്ട് ഇരിക്കുവാൻ അഭ്യർത്ഥിച്ചു. ഭഗവതി വിഗ്രഹത്തിന്റെ മുന്നിലിരിക്കുന്ന ചിത്രം പടത്തലവൻ ശ്രദ്ധിച്ചു. സംശയങ്ങളെല്ലാം നീങ്ങി. ഹരിവഞ്ചാനെയും ഇരുത്തി സംഭാഷണം ആരംഭിച്ചു.
പത്മവ്യൂഹത്തിലകപ്പെട്ട അഭിമന്യുവിൻ്റെ അവസ്ഥയായിരുന്നു യോഗിയുടേത്. ജീവത്യാഗത്തിന് പോലും അദ്ദേഹം ആഗ്രഹിച്ചു. സമുദ്രത്തിനും വേട്ടക്കാർക്കും ഇടയിലായ കടുവയുടെ ക്രൂര സാഹസത്തിൽ നിന്നും അദ്ദേഹം ശ്രമിച്ചില്ല. വാക്കുകൾ കൊണ്ടും ആശയങ്ങൾ കൊണ്ടുമുള്ള സംഘടനം തന്നെ നടന്നു. രാജനീതിയെയും സമുദായ നീതിയെയും സംബന്ധിക്കുന്ന സരസവും സാരഗർഭവുമായ സംവാദമായിരുന്നു അത്. പ്രാഗത്ഭ്യത്തിൻ്റെ പേരിൽ പരസ്പര ബഹുമാനം ഉണ്ടായെങ്കിലും ഭിന്നമായ വഴികളായിരുന്നു അവരുടേത്. പടത്തലവൻ്റെ കണ്ണുകൾ ആർദ്രമായി. ഉണ്ണിത്താൻ്റെ മുൻപിൽ പ്രകടിപ്പിച്ചതുപോലുള്ള ചില അഭിനയങ്ങൾ പടത്തലവൻ്റെ മുന്നിലും യോഗീശ്വരൻ കാണിക്കാതിരുന്നില്ല. പക്ഷേ അതൊന്നും പടത്തലവനെ തെറ്റിദ്ധരിപ്പിക്കാൻ പര്യാപ്തമായിരുന്നില്ല. പരമബന്ധുക്കൾ എന്ന നിലയിൽ വീണ്ടും കാണാം എന്ന ധാരണയിൽ അവർ പിരിഞ്ഞു. പടത്തലവൻ പുറത്തു വന്നപ്പോൾ കണ്ടത് കളപ്രാക്കോട്ട തമ്പിയുടെ ചില ഭൃത്യന്മാരെയായിരുന്നു. അവരെ ചോദ്യം ചെയ്തിട്ട് ചെമ്പകശ്ശേരിയിലേക്ക് പോയി. യോഗിവാടത്തിൽ നിന്നും പുറത്തു വന്ന പടത്തലവൻ്റെ മുഖം രൂക്ഷമായിരുന്നു. ചെമ്പകശ്ശേരിയിലെ അന്തേവാസികൾ അത് കണ്ട് ഓരോ കോണുകളിൽ പതുങ്ങി. കേശവപിള്ളയും മുമ്പിലേക്ക് ചെന്നുപെട്ടില്ല. ആജ്ഞാപിച്ചപ്പോൾ മാത്രമാണ് അയാൾ അറപ്പുരയിലേക്ക് ചെന്നത്. സകലരെയും ദൂരെ മാറ്റിയിട്ട് കേശവപിള്ളയെ കണക്കിന് ശകാരിച്ചു. നീ എന്ത് കണ്ടു, എന്തറിഞ്ഞു? മലകൾ മറിച്ച മറിപ്പുകളൊക്കെ എവിടെ? ഹരിപഞ്ചാനൻ ആര്, എവിടുന്ന്, എന്തിനു വന്നു? ആ ചിലമ്പനത്തെ ഉടയാൻ എന്തിനവിടെ ചേർന്നു? എറുമ്പ് കടിച്ച് ഈച്ച ചത്തു, ഈച്ചനൊച്ചി പൂച്ച വെറ്റു. ഇതൊക്കെ എന്ത് കഥകൾ? തമ്പുരാനെ സേവിക്കുന്നവർ ഇത്ര മണ്ണ് തിന്നുന്ന കൂട്ടമായോ? നീ ബ്രഹ്മാണ്ട ബുദ്ധിമാൻ, കാണാകാര്യമെല്ലാം കാണുന്നു നെടുങ്കണ്ണൻ. എന്നിട്ട് എന്ത് കണ്ടു നീ? നിന്റെ കണ്ണിൽ വിളയുന്നത് മണ്ണോ മരമോ? ഛേ! ഇതെല്ലാം കേട്ട് വലിയ പടത്തലവനോടുള്ള കൃതജ്ഞതാബോധം നഷ്ടമായി മുൻകോപിയായ ആളുടെ നിയന്ത്രണം വിട്ടുപോകുന്ന അവസ്ഥയിലായി. യോഗീശ്വരനെ നീ കണ്ടിട്ടില്ലേ? ആ അമ്മാളുകുട്ടിയെ നിന്റെ കണ്ണല്ലേ കണ്ടത്. എന്നിട്ട്? കേശവപിള്ളിയുടെ നിരീക്ഷണങ്ങൾ പോരാ. അയാൾ വൈകാരികമായി പ്രതികരിക്കുന്നു. അത് പാടില്ല. അതുകൊണ്ട് അയാളെ കുറെ കൂടി ശരിയാക്കി എടുക്കണമെന്ന ഉദ്ദേശത്തോടെ പടത്തലവൻ പറഞ്ഞു. നിനക്ക് പ്രായം കുറഞ്ഞു പോയി അപ്പനെ. അത് നിന്റെ കുറ്റമല്ല. ഒന്നും രണ്ടെന്ന് പറവാൻ വളരെ എളുപ്പം. എന്നാൽ അതിനും വയസ്സ് 3 നിലെങ്കിലും ചെല്ലണം. നാക്ക് പല്ലിനിടയിൽ അകപ്പെട്ടതുപോലെയാണ് നിന്റെ സ്ഥിതി. നീ അമ്മ എന്ന് വിളിക്കുന്ന എൻ്റെ ഭാര്യ ഉഗ്രൻ കഴക്കൂട്ടത്ത് പിള്ളയുടെ മകളാണെന്ന് നീ അറിഞ്ഞിട്ടില്ലയോ? ഞാനൊന്നും പറയുകയില്ല. രാജ്യത്തിൽ ആണുങ്ങളില്ലെങ്കിൽ അത് കാട് കയറട്ടെ. നീ നിന്റെ ബുദ്ധി ചെലുത്തി അത് പറഞ്ഞാൽ ഞാൻ ആ വസ്തുത തിരുമനസ്സറിയിക്കാം. അല്ലെങ്കിൽ ശ്രീപത്മനാഭൻ എല്ലാം വെളിപ്പെടുത്തട്ടെ. പരമാർത്ഥം പറയാതെ ഉണ്ണിത്താൻ ഒഴിയുന്നു. ഞാനും അങ്ങനെ ഒഴിഞ്ഞേക്കാം. ആ പെണ്ണാര്? അത് പറവാൻ കഴിഞ്ഞില്ലെങ്കിൽ അണ്ണാവയ്യനെ കൊന്നത് നീ, കേശവൻകുട്ടിയെ മോട്ടിച്ചത് നീ. ഏറുകഴുക്, ഇരട്ടക്കഴുക്. ഞാൻ കൈവിട്ടു. കേശവപിള്ളയുടെ കോപം പത്തിമടക്കി. ബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങി. അയാൾ അമ്മാളുകുട്ടിയുടെ മുഖം മനസ്സിൽ പ്രതിഷ്ഠിച്ചു. അതിനു സമീപം യോഗീശ്വരൻ്റെയും പ്രതിഷ്ഠിച്ചു. രണ്ടും താരതമ്യം ചെയ്തു. സമാനതകളെ കണ്ടെത്തി. ഇടതിങ്ങി നീലിച്ച മുടി, നെറ്റിയുടെ ആകൃതി, പുരികങ്ങളുടെ നീളം, വളവ്, കണ്ണുകളുടെ വടിവ്, തെളിച്ചം, ശബ്ദം, പരസ്പരം അടുത്ത സാദൃശ്യം തന്നെ. കേശവപിള്ളയുടെ സർവ്വ അഹങ്കാരങ്ങളും അസ്തമിച്ചു. വലിയ പടത്തലവൻ്റെ മുന്നിൽ വിനീതനായി നിന്നു. അപ്പോൾ അയാളോട് ചോദിച്ചു, ആരപ്പനെ ഹരിപഞ്ചാനൻ? സംശയലേശമില്ലാതെ കേശവപിള്ള പറഞ്ഞു, അമ്മാളിക്കുട്ടിയുടെ അച്ഛൻ. പടത്തലവൻ പറഞ്ഞു, വെച്ചോ, പുറത്തു പറയേണ്ടത്. അമ്മയാകാത്തത് ഭാഗ്യം. എങ്കിലും അപ്പൂപ്പനെന്ന് പറയുന്ന ഉണ്ണിത്താനേക്കാളും നീ വളരെ ഭേദം. അക്കുടുംബത്തിൻ്റെ പുരാതനങ്ങൾ നിനക്ക് അറിഞ്ഞുകൂടല്ലോ. അതുകൊണ്ട് നീ സമർത്ഥൻ. നടന്നുവിട്. അധികം പുറത്തു കാണണ്ട കേട്ടോ. നിന്റെ പക്കീർ സായുടെ ഉപദേശം വിലപിടിച്ചത്. ഹരിപഞ്ചാനന് കൊടുക്കലാകട്ടെ. പിന്നീട് നീ പുറത്തു ചാടേണ്ടു. പടത്തലവൻ മഹാരാജാവിനെ മുഖം കാണിച്ച് അറിയിക്കേണ്ടതൊക്കെ അറിയിച്ച് ആവശ്യമുള്ള കൽപ്പനകൾ വാങ്ങി ചെമ്പകശ്ശേരിയിലേക്ക് തിരിച്ചു. അത്യാവശ്യമായ ചില ആജ്ഞകൾ പുറപ്പെടുവിച്ചു. ഒന്ന് സേനാനായകനായ കുമാരൻ തമ്പിക്കായിരുന്നു. രണ്ടാമത് പവതിക്കൊച്ചിക്ക്. എന്തായിരിക്കും അദ്ദേഹം ജനറൽ കുമാരൻ തമ്പിക്കും പവതിക്കൊച്ചിക്കും കൊടുത്ത ഓർഡറുകൾ? യോഗീശ്വരൻ്റെ അടുത്ത പ്ലാൻ എന്തായിരിക്കും? ഇതെല്ലാം അടുത്ത എപ്പിസോഡുകളിൽ കേൾക്കാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. ബൈ.